പന്നി മുതൽ ഭസ്മധാരി വരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനമാണിത്. കാലം കൃത്യമായി ഓർമ്മയില്ല. ഒരു 10-15 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം കുരിശിൽ തറച്ച ഒരു സംഭവം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇന്നും ഈ ലേഖനത്തെ പ്രസക്തിയുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നു. ആ ഫേസ്ബുക്കിൽ വീണ്ടും അടുത്ത കാലത്ത് കണ്ടപ്പോൾ അത് ഒന്ന് റിവൈവ് ചെയ്തത്. പന്നി മുതൽ ഭസ്മധാരി വരെ ഈശ്വരൻ തന്നെ വിവേകത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ അതിന് മനുഷ്യരൂപം കൈവന്നു. പിന്നീട് വിനാശത്തിന്റെ രൂപം സൃഷ്ടിച്ചു. അപ്പോഴും അതിന് മനുഷ്യരൂപം കൈവന്നു. വിവേകം, വിനാശം, വെളിച്ചം, ഇരുട്ട്, ജ്ഞാനം, അജ്ഞാനം എന്നൊക്കെ പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെ. ഈശ്വരന് മനുഷ്യരൂപം കൊടുത്തത് തെറ്റെന്നും ശരിയെന്നും പറയുന്നവരുണ്ട്. ഭാരതീയർ കുറച്ചുകൂടി പ്രബുദ്ധരാണ്. കാരണം അവർ ആത്യന്തിക സത്യം നിർഗുണ ബ്രഹ്മം എന്നറിഞ്ഞിട്ടും തന്നേക്കാൾ ശ്രേഷ്ഠവും നികൃഷ്ടവുമായ ഒട്ടനവധി രൂപങ്ങൾ ഈശ്വരന് നൽകി. പന്നി മുതൽ ഭസ്മധാരി വരെയും പാമ്പ് മുതൽ പഴുതാര വരെയും കുണ്ടികുലിക്ക് പക്ഷി മുതൽ ഗരുഡൻ വരെയും കഴുകൻ വരെയും ഈശ്വരന്റെ രൂപം നൽകി. അവന്റെ ദൈവസങ്കല്പത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി. പന്നിയായി അവതരിച്ച ഭഗവാന് പോലും പന്നി രൂപം കൈവടിയാൻ മടിയായിരുന്നു എന്നാണ് കഥ. കാരണം ഭഗവാൻ പന്നിയായി സ്വാത്മീഭവിച്ചു കഴിഞ്ഞു. ഏത് രൂപം കൈക്കൊള്ളുന്നോ അതായിട്ട് സ്വാത്മീഭവിച്ചു. പട്ടിക്ക് പട്ടിയുടെ ദേഹത്തിൽ അഭിമാനമുണ്ട്. മേദ്യമല്ലാത്ത അമേദ്യം കഴിക്കുന്ന നായ്ക്ക് പോലും തന്റെ തനത്തിലും മനത്തിലും അഭിമാനമാണ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടനുണ്ട്, തനത്തിലും മനത്തിലും കടുത്ത അപമാനമാണ് പോലും. അതുകൊണ്ട് തന്നെ ഈ തനവും മനവും നൽകിയ ദേശത്തെ നിരന്തരം അപമാനിക്കുകയും ചെയ്യും. അതിനവർ ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ പേരെന്താണെന്നറിയില്ലേ? ദേശാഭിമാനി. ഒരക്ഷരത്തെറ്റിൽ അത്ര വലിയ കുറ്റമൊന്നും പറയാൻ പറ്റുമോ? അവർ ഉദ്ദേശിച്ച് ദേശാഭിമാനി എന്നായിരുന്നു. ബ്രഹ്മദേവന് പറ്റിയ ഒരു ചെറിയ പിഴവാണ്. അതും ബ്രഹ്മദേവന്റെ അല്ല, സാക്ഷാൽ നാരദൻ. അദ്ദേഹം കാണിച്ച കുരുത്തക്കേടാണ്. നാരദൻ ഇന്ദ്രലോകത്ത് ചെന്നപ്പോൾ ഇന്ദ്രൻ ഒരു 3 പെഗ് സുര കൊടുത്തയച്ചു. ഇത് ത്രിമൂർത്തികൾക്ക് നൽകണം എന്ന് കൽപ്പിച്ചു. 3 പെഗ് സുര കൊടുത്തയച്ചു ത്രിമൂർത്തികൾക്ക് നൽകുവാൻ. അതിൽ ഒരു പെഗ് അടിച്ച് ബ്രഹ്മദേവന് നാക്ക് കുഴയുന്നത് പോലെ തോന്നി. ആ നാക്കിന്റെ കുഴച്ചിലാണ് ദേശാഭിമാനിയെ ദേശാഭിമാനിയാക്കിയത്. അല്ലെങ്കിൽ അത് ദേശാഭിമാനി എന്നായി പോയിന്. ഈ ബുദ്ധിജീവികൾ ധരിച്ചിരിക്കുന്നതോ ഈ അഭിമാനത്തിന്റെ പര്യായമാണ് അപമാനമെന്ന. അഭിമാനത്തിന്റെ പര്യായമാണ് അപമാനമെന്ന നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ ധരിച്ചിരിക്കുന്നത്. പണ്ട് പരമശിവൻ ബ്രഹ്മദേവന് ഒരാടിന്റെ തല ഫിറ്റ് ചെയ്ത് കൊടുത്തു. തല ആടിന്റെ ആയിരുന്നു എങ്കിലും പ്രവൃത്തി പഴയതു തന്നെ ആയിരുന്നു, സൃഷ്ടി തന്നെയായിരുന്നു. ബ്രഹ്മദേവന്റെ ജോലി സൃഷ്ടിയാണല്ലോ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യഥ കണ്ടിട്ട് തോന്നുന്നത് ഇവർക്ക് കഴുതയുടെ തലയും കർമ്മമായി വിധിച്ചത് ബേ ബേ എന്ന കരച്ചിലുമാണ്. ഇത് 15 വർഷം മുമ്പ് എഴുതിയതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല. അവർ വളർന്നിരിക്കുന്നു എന്ന് തോന്നി. അവരുടെ ആ ചെയ്തികളിൽ അവർ പൂർവാധികം വളർന്നിരിക്കുന്നു എന്ന് തോന്നി. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് ഇവർക്ക് കഴുതയുടെ തലയും കർമ്മമായി വിധിച്ചത് ബേ ബേ എന്ന കരച്ചിലുമാണെന്ന് തോന്നുന്നു. അത് പോകട്ടെ, ചെളിയുടെ സുഖം ചെന്താമരാക്ഷന്
ഇച്ഛിച്ച ആനന്ദമായി മാറി. ചെളിയിലാണല്ലോ പന്നി ജീവിക്കുന്നത്. ചെളിയുടെ സുഖം ചെന്താമരാക്ഷന് ഇച്ഛിച്ച ആനന്ദമായി മാറി. പന്നിയായി മാറുന്നതിനു മുൻപ് ഭഗവാൻ ചെന്താമരാക്ഷൻ ബ്രഹ്മദേവനോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യം ഇതായിരുന്നു: ഞാൻ ഒരു ചെറിയ കുരുത്തക്കേട് കാണിക്കാൻ പോവുക. ഏതാ? ചെന്താമരാക്ഷൻ വിഷ്ണു പറഞ്ഞു, ഞാനൊരു ചെറിയ കുരുത്തക്കേട് കാണിക്കാൻ പോവുകയാണ്. കാര്യം നടന്നു കഴിഞ്ഞ് ആ ദേഹത്തിൽ നിന്ന് എന്റെ ദേഹിയെ ഒന്ന് വിടർത്തി തരണം. അതിനാണ് ബ്രഹ്മദേവന്റെ ചുമതലപ്പെടുത്തിയത്. ദേഹത്തിൽ നിന്ന് ദേഹിയെ ഒന്ന് വിടർത്തി തരണം. അന്നു മുതൽ ബ്രഹ്മദേവൻ എവിടെ പന്നിയെ കണ്ടാൽ വിടില്ല. കാരണം പന്നിയായിട്ട് അവർ പന്നിയെ ഒന്ന് വിടർത്തി തരണം. ആ പന്നി, അല്ലെങ്കിൽ പന്നിക്ക് പന്നിയുടെ ദേഹത്തിൽ അഭിമാനം ഉണ്ടായും ഉപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്ന് വിടർത്തി തരണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഭഗവാൻ പന്നിയുടെ രക്ഷയ്ക്ക്, അപ്പം എവിടെ കണ്ടാലും പന്നിയുടെ മേൽ ബ്രഹ്മദേവൻ ചാടി വീഴും. അപ്പം പിന്നെ ഭഗവാനെ പന്നിയുടെ രക്ഷയ്ക്ക് വേറെ മാർഗം നോക്കേണ്ടി വന്നു അത്രേ. കാരണം ബ്രഹ്മദേവനെ എന്തെങ്കിലും ജോലി കൊടുത്ത് എൻഗേജ് ആക്കി നിർത്തിയെങ്കിലേ പറ്റുള്ളല്ലോ. ഈ നമ്മള് അതിന് ഈ ഒരു കാര്യം പറയുന്നത്, ഈ അമ്പലത്തിൽ പോകുന്ന ആൾക്കാര് എത്ര കൊടുത്താലും തികയില്ല. ഭഗവാൻ അവരുടെ ആഗ്രഹമൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആഗ്രഹവുമായിട്ട് തിരിച്ചു വരും. അങ്ങനെ ബ്രഹ്മദേവനെ സ്ഥിരമായിട്ട് എൻഗേജിലാക്കി നിർത്തി. എന്തിനാ? പന്നിയുടെ ദേഹം രക്ഷിക്കാൻ വേണ്ടി. ഇവിടെയും കുറച്ചു പേർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. കൂട്ടമായി പതിച്ചുപോയി. പന്നിയായിട്ട് കൂട്ടമായി പതിച്ചുപോയി. ഭഗവാൻ മനഃപൂർവ്വം പതിച്ചതായിരുന്നു. അതിനാൽ പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് പോയത്. എന്നാൽ ഇതങ്ങനെയല്ല, അബദ്ധത്തിൽ പതിച്ചു പോയതാണ്. എന്റെ ഒരു പദ്യശകലം തന്നെ ഇവിടെ ചേരും എന്ന് തോന്നുന്നു. അഭിമാനബദ്ധനായന്നു ഞാനൂതി വങ്കത്തരങ്ങളെ ബുദ്ധിഭ്രമത്താൽ. ഇത് ഞാന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനായി ഞാൻ വൈപ്പിനിൽ പ്രവർത്തിച്ചു. വൈക്കം കഴിഞ്ഞ് വൈപ്പിലേക്ക് വന്നു. അവിടെ ഒരു ശ്രീനാരായണീയന്റെ കഥയുണ്ട്. ആ ശ്രീനാരായണൻ പറയുന്നു, ഞാനൊരു നാരായണീയനല്ല, ഞാൻ നിങ്ങൾക്ക് നാരായണ ദർശനം പറഞ്ഞു തരാം, ഞാൻ വെറും വഴികാട്ടി പറയുകയാണെന്ന് പറഞ്ഞു. ഒരു 20 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും അപ്പോൾ കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അഭിമാനബദ്ധനായന്നു ഞാനോതി വങ്കത്തരങ്ങളെ ബുദ്ധിഭ്രമത്താൽ. ബുദ്ധിയുള്ളവരായിരുന്നു എങ്കിൽ ബുദ്ധി രക്ഷിക്കുമായിരുന്നു. അല്ല, ബുദ്ധിയുള്ളവരാരെങ്കിലും ബുദ്ധിയുള്ളവരാരെങ്കിലും ഈഴവരുടെ കൺകണ്ട ദൈവമായ ശ്രീനാരായണ ഗുരു, ഈഴവരുടെ കൺകണ്ട ദൈവമായ നാരായണ ഗുരു, ഭാരതീയരാകമാനം ഋഷിതുല്യനായി കാണുന്ന ശ്രീനാരായണ ഗുരു, ഈഴവരുടെ കൺകണ്ട ദൈവവും ഭാരതീയരുടെ മുഴുവൻ ഋഷിവര്യനുമായ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ഗുരുവിനെ കുരിശിൽ തറയ്ക്കും. ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ അബദ്ധം പറ്റുമോ? ശ്രീനാരായണ ഗുരുവിന്റെ കുരിശിൽ തറയ്ക്കുന്നതായി ചിത്രീകരിക്കുമോ? ബുദ്ധി സിദ്ധിയാണെന്നും വിവരം വിദ്യ കൊണ്ട് നേടുന്നതാണെന്നും ജ്ഞാനികൾ പറയുന്നത്. ബുദ്ധി സിദ്ധിയാണെന്നും വിവരം വിദ്യ കൊണ്ട് നേടുന്നതാണെന്നുമാണ് ജ്ഞാനികൾ പറയുന്നത്. ജ്ഞാനികളെ അജ്ഞാനികളായി കാണുന്നവർക്ക് ഇങ്ങനെ പറ്റിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇവിടെ ബുദ്ധിക്ക് പകരം ബദ്ധവൈരമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ബദ്ധവൈരമാണ്. അഭിമാനം, ദേശാഭിമാനം എന്ന അർത്ഥത്തിൽ അവർക്ക് ഈ നാടിന്റെ ഒരു മണ്ണിൽ പോലും അഭിമാനം ഇല്ലെന്നുള്ളതാണ്. എല്ലാം പാപബദ്ധമാണെന്ന് അവരുടെ ദൃഷ്ടിയിൽ. വൈരം വഴിപിഴച്ചുകൊണ്ടേയിരുന്നു. വൈരം വരമായി കിട്ടിയാൽ പിന്നെ അങ്ങനെയല്ലേ പറ്റൂ. വൈരം വരമായി കിട്ടിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. പന്നിയായിട്ടായിരുന്നു എങ്കിൽ ബ്രഹ്മദേവൻ എത്തുമായിരുന്നു. പക്ഷെ ശുനകനായിട്ടാണ് പതിച്ചത്. ഇവർ പതിച്ചത് ശുനകനായിട്ടാണ്. ഈ ഉള്ളവൻ അവരോട് അന്നേ പറഞ്ഞതാ, ബാബ ഒരു മുസ്ലിം അല്ല, മനസ്സിലെ വിവരമാണ് എന്ന്.
ഇപ്പോൾ ബ്രഹ്മജ്ഞാനികളുടെ ഒരു ഘോഷയാത്രയാണ് CPM-ൽ. എവിടെ? CPM-ൽ ബ്രഹ്മജ്ഞാനികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. മുസ്ലിം നാമധാരികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ഉണ്ടായതായി പറയുന്നു. അവിടെ ബ്രഹ്മജ്ഞാനികളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായി. അതാ CPM-ന്റെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായി. ഇന്നത്തെ ഏറ്റവും ബുദ്ധിജീവി ആരാണെന്നറിയാം? MA ബേബി. ഇത് ഏറ്റവും വലിയ ബ്രഹ്മജ്ഞാനി MA ബേബിയാണ്. അദ്ദേഹത്തിന്റെ തിരുവായിൽ നിന്ന് വരുന്ന വാക്കുകൾ അപാരന്തൻ, അപാരന്തൻ, അപാരന്തൻ. രചന ശിവകുമാർ ഐത്തല. ഒരു 10-15 വർഷം മുമ്പ് എഴുതിയ ഈ ലേഖനം ഇന്നും അതുപോലെ പ്രസക്തിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.